ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 NCERT ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്, ഡൈമെൻഷണൽ അനാലിസിസ് പഠിക്കാനുണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എറേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മളത് പഠിക്കണമെങ്കിൽ ആദ്യം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദ ക്വാണ്ടിറ്റി വിച്ച് വി ക്യാൻ മെഷർ, ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് വി ക്യാൻ മെഷർ ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മെഷർ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് വി ക്യാൻ മെഷർ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമുക്ക് മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മെഷർ ചെയ്യാൻ സാധിക്കും. ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. ലെങ്ത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, അല്ലേ? ടൈം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നമുക്ക് ടൈം മെഷർ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, അമ്മീറ്റർ ഉപയോഗിച്ചാൽ മതി, അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ സാധിക്കും ഒരു വോൾട്ടിമീറ്ററിൻ്റെ സഹായത്താൽ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്താൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് വി ക്യാൻ മെഷർ ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. മാസ്, ലെങ്ത്ത്, ടൈം, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, വർക്ക്, എനർജി, പവർ, പ്രഷർ, ത്രസ്റ്റ്, ഏരിയ, വോളിയം, അങ്ങനെ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് വി ക്യാൻ മെഷർ, അളക്കാൻ സാധിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ കളേഴ്സിനെ കുറിച്ച്. ഇതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇത് മൂന്നുമാണ് പ്രൈമറി കളേഴ്സ്. മറ്റുള്ള എല്ലാ കളേഴ്സും സെക്കൻഡറി കളേഴ്സാണ്. പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്താണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ദോസ് ക്വാണ്ടിറ്റീസ് which do not depend on any other quantities. Those quantities which do not depend on any other quantities. മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അത് പ്രധാനമായിട്ട് 7 എണ്ണമാണുള്ളത്. മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ലെങ്ത്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ആലോചിച്ച് നോക്കുക, ഇവർ മറ്റാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെങ്ത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം ഒരു ഫണ്ടമെൻ്റൽ ആണ്. ടെമ്പറേച്ചർ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് കറണ്ട് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, യൂണിറ്റ് മോള്, 1 മോൾ ഓഫ് ഗ്യാസ്, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പറയാറുണ്ട്. സോ മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 5 എഴുതുന്ന മാത്രമുള്ള ഒത്തിരി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, ഡെൻസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഫോഴ്സ്, പവർ, വർക്ക്, എനർജി, ഇഷ്ടംപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മാസ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അതിന്റെ സിമ്പിളാണ് നമ്മൾ kg എന്ന് പറയും. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ യൂണിറ്റ് kg. ലെങ്ത്തിന്റെ എന്താണ്? മീറ്റർ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. ദെൻ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് എസ് എന്ന് കൊടുക്കും. ദെൻ ടെമ്പറേച്ചർ യൂണിറ്റ് ആണ് കെൽവിൻ. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, പക്ഷേ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ. സിമ്പിള് K. ദെൻ ഇലക്ട്രിക് കറണ്ട് ആംപിയർ, യൂണിറ്റ് ആംപിയർ. സിമ്പിള് A എന്ന് പറയും. ദെൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല. സ്മോൾ ലെറ്റർ CD കൊടുക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ.
ഡിനോട്ടേഷൻ MOL. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂണിറ്റ്സും ഇതിൻ്റെ സിംബലും. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് കിലോഗ്രാം, റെപ്രസെൻറ്റേഷൻ kg, ലെങ്ത് മീറ്റർ സ്മോൾ ലെറ്റർ m, ടൈം സെക്കൻഡ് സ്മോൾ ലെറ്റർ s, ടെമ്പറേച്ചർ കെൽവിൻ ക്യാപിറ്റൽ ലെറ്റർ k. ഇത് രണ്ടും നോക്കിയാൽ അറിയാം, രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ലോർഡ് കെൽവിൻ, കെൽവിനും ആംപിയറും, അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ k. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ക്യാപിറ്റൽ ലെറ്റർ A. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല സ്മോൾ ലെറ്റർ CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ സ്മോൾ ലെറ്റർ MOL മോൾ. ഇതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റ്സും അതിൻ്റെ സിംബലും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ. ഏരിയ എന്താ ഏരിയയുടെ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം എന്ത് വരും? ലെങ്ത് മീറ്ററിൽ, ബ്രെഡ്ത്ത് മീറ്ററിൽ. സോ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. വോളിയം എന്താ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. സോ എന്താണ് യൂണിറ്റ്? മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിന്റെ എന്താണ്? കിലോഗ്രാം. വോളിയം എന്താണ്? മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്താണ്? മീറ്റർ ബൈ ടൈം എന്താണ്? സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും ഒരേ യൂണിറ്റ് തന്നെയാണ്. വെലോസിറ്റിക്ക് എന്തിനാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതെന്തിനാണ്? മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്തായിരുന്നു? സ്പീഡ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ എന്തോരം വേണമെങ്കിലും എഴുതാം. ഫോർ എക്സാമ്പിൾ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ മാസ് എന്താണ്? കിലോഗ്രാം. ആക്സലറേഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ ഇതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. സോ ഒന്നുകൂടി പറയുന്നു, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദോസ് ക്വാണ്ടിറ്റീസ് which we can measure are called physical quantities. Physical quantities are classified into two: fundamental quantities and derived quantities. ഏതാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഏതാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഏരിയ, വോളിയം, ഡെൻസിറ്റി, ഏരിയ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, യൂണിറ്റ് മീറ്റർ സ്ക്വയർ. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതും മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ്, പ്രഷർ, പവർ, അങ്ങനെ എന്തോരം വേണമെങ്കിലും എഴുതാം. സോ ഇതാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ആ ചാപ്റ്ററിൻ്റെ ഒരു കോർ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഡൈമെൻഷണൽ അനാലിസിസ്. നോക്കാം നമുക്ക്. നമ്മളിനി കടക്കുന്നത് ഡൈമെൻഷൻസിലേക്കാണ്. അപ്പോൾ എന്താണ് ഡൈമെൻഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഞാൻ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ഡൈമെൻഷൻസ് ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഡൈമെൻഷൻ? ഡൈമെൻഷൻസ് ആർ ദ പവേഴ്സ്. Dimension are the powers. ഇതാണ് പ്രധാനപ്പെട്ട വാക്ക്. Dimensions are the powers to which the fundamental quantities are raised in order to represent that physical quantity. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഡെഫിനിഷനിലേക്ക് വരാം. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മാസിന് കൊടുക്കുന്ന ലെറ്ററാണ് നമ്മൾ M എന്ന് പറയുന്നത്. ഓക്കെ, ഡൈമെൻഷൻസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, നമ്മൾ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് പഠിക്കാം. മാസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഓക്കെ, ലെങ്ത്തിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ L, അതൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടുക. ഇതാണ് ലെങ്ത്തിന്റെ ഡൈമെൻഷൻ. സോ ടൈമിന്റെ എന്താണ്? T. ടൈമിന്റെ ഡൈമെൻഷൻ ആണ് T. സോ മാസിന്റെ M, ലെങ്ത്തിന്റെ L, ടൈമിന്റെ T. ടെമ്പറേച്ചറിന് നമ്മൾ കെൽവിൻ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ K കൊടുക്കാറുണ്ട്, ഓർ നമ്മൾ തീറ്റ കൊടുക്കാറുണ്ട്. K ഓർ തീറ്റ, ഇത് രണ്ടുമാണ് നമ്മൾ ടെമ്പറേച്ചറിന് കൊടുക്കുന്നത്. ഇലക്ട്രിക് കറണ്ടിന് ഇതേപോലെ നമ്മൾ I കൊടുക്കാറുണ്ട്, ഓർ A കൊടുക്കാറുണ്ട്. ആംപിയറിന്റെ A കൊടുക്കാറുണ്ട്. A ആണ് കൂടുതലും കൊടുക്കുന്നത്, ഏത് വേണം കൊടുക്കാം. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡലയുടെ C ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതങ്ങനെ അധികം
യൂസ് വരാത്തതാണത്. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി കൂടുതലും വരുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. ഓക്കെ, ഇത് അധികം യൂസ് വരുന്നില്ല. കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ മാത്രമേ നമുക്ക് ഇത് വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് മാസ്, ലെങ്ത്, ടൈം. ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളെല്ലാം മാസ്, ലെങ്ത്, ടൈമിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് മാസ്, ലെങ്ത്, ടൈം. പിന്നെ നമ്മൾ കറണ്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് വരും. ദെൻ തെർമോഡൈനാമിക്സിൽ ടെമ്പറേച്ചർ, ഒപ്റ്റിക്സിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എല്ലാം വരും. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് മാസ്, ലെങ്ത്, ടൈം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഓക്കെ, നോക്കിന്നോളൂ. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഞാനിവിടെ 30 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 30 ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഡൈമെൻഷൻ അനാലിസിസ്. ഞാൻ 1-2 ചെയ്തതിന് ശേഷം ഡെഫിനിഷനിലേക്ക് വരാം. ഓക്കെ, ഞാൻ വായിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരുന്നോളുക. സോ മാസ് എം ആണ്, ലെങ്ത് എൽ ആണ്, ടൈം ടി ആണ്, ടെമ്പറേച്ചർ കെ അല്ലെങ്കിൽ തീറ്റ, ഇലക്ട്രിക് കറണ്ട് ഐ അല്ലെങ്കിൽ എ, ലൂമിനസ് ഇൻറ്റൻസിറ്റി സി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഏരിയ എടുക്കാം. ഏരിയയുടെ ഫിസിക്കൽ ഫോർമുല എന്താണ് ഫോർമുല? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് നമ്മൾ മാസ്, ലെങ്ത്, ടൈം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യാൻ പോണേ. സോ ഏരിയയിൽ മാസ് എത്രയാണ്, ലെങ്ത് എത്രയാണ്, ടൈം എത്രയാണ്? ഏരിയ എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിൽ എവിടെ നിന്നാ മാസ് ഇല്ല, അതുകൊണ്ട് മാസ് പവർ 0. ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ബി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും നമ്മൾ ലെങ്ത്തിൽ തന്നെയാണ് മെഷർ ചെയ്യണത്. അതാണ് ഈ ഡൈമെൻഷൻ അനാലിസിസിന്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ. ലെങ്ത് എന്ന് പറഞ്ഞാലും എല്ലാണ്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്, ഡെപ്ത്, തിക്നെസ്, റേഡിയസ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യണത് ലെങ്ത്തിലാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ലിമിറ്റേഷനാണ്. ലെങ്ത് എന്ന് പറഞ്ഞാലും എല്ലാണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും എല്ലാണ്, ഡെപ്ത്, വിഡ്ത്ത്, തിക്നെസ് എല്ലാം നമ്മൾ എല്ലായിട്ട് എടുക്കുന്നത്. സോ ലെങ്ത് എത്രണ്ണം ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ L to the power 2. ടൈം ഉണ്ടോ? ഇതിനകത്ത് ടൈം ഉണ്ടോ? ഇല്ല. സോ ഇതാണ് ഏരിയയുടെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയും. m⁻⁴, l⁻², t⁻². അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് m⁻⁴, l⁻², l⁻², t⁻². ഓക്കെ, സോ ഇതാണ് ഏരിയയുടെ ഡൈമെൻഷൻ ഫോർമുല. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ വോളിയം. എന്താ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതേപോലെ തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മാസ്, ലെങ്ത്, ടൈം. മാസ് ഉണ്ടോ? ഇല്ല, മാസ് 0. ലെങ്ത് എത്ര ഉണ്ട്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അത് മൂന്നും ലെങ്ത് തന്നെയാണ്. ടൈം ഉണ്ടോ? ഇല്ല, 0. സോ ഇതാണ് വോളിയത്തിന്റെ ഡൈമെൻഷൻ ഫോർമുല. m⁻⁴, l⁻3, t⁻². m⁻⁴, l⁻3, t⁻². ഓക്കെ, സോ അടുത്തത് ഏതാണ് ഞാൻ എടുത്തിരിക്കുന്നത്? ഡെൻസിറ്റി. നോക്കാം നമുക്ക്. മൂന്നാമത്തത് ഡെൻസിറ്റി. എന്താ ഫോർമുല? മാസ് ബൈ വോളിയം. ഫോർമുലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യത്തെയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ അറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതെല്ലാ ഫോർമുലകളും നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ +1 കടന്നു. അതായത് കൊണ്ടാണ് ഈ വേർഡ്സ് കേൾക്കുമ്പോൾ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്. പക്ഷേ പല ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഈ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഡെൻസിറ്റി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എന്താണ്? മാസ് m തന്നെ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വോളിയത്തിൽ എന്താ ഉള്ളത്? വോളിയത്തിൽ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? അപ്പോൾ മാസിന്റെ m, വോളിയത്തിന്റെ ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്താണ്? L3. സോ എന്തെഴുതാം? മാസ് എത്രണ്ണുണ്ട്? മാസ് ഇവിടെ ഒരെണ്ണമുണ്ട്. ലെങ്ത് എത്രണ്ണുണ്ട്? ലെങ്ത് പവർ 3 ആണ്. പക്ഷെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? l⁻⁻3. ടൈം ഉണ്ടോ? ടൈം ഇല്ല. കണ്ടോ? മാസ് 1, ലെങ്ത് 3, മുകളിലേക്ക് പോകുമ്പോൾ l⁻⁻3, ടൈം ഇല്ല, t0. അപ്പം എന്ത് വരും? m⁻⁴, l⁻⁻3, t⁻². ഇതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 3 കഴിയുമ്പോഴേക്കും ഈ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തതാണ് സ്പീഡ്. ഓക്കെ, സ്പീഡിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞു, ലെങ്ത് അളക്കണത് ഒരു പോയിന്റിന് മറ്റൊരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് തന്നെയാണ്. ബൈ ടൈം എന്താണ്? ടി. അപ്പോൾ ഇതിനകത്ത്
മാസ് എത്ര ഉണ്ട്? മാസില്ല, മാസ് 0. ലെങ്ത് എത്ര ഉണ്ട്? ലെങ്ത് 1. ടൈം എത്രയാണ്? 1. അത് താഴെയാണ്, മുകളിലേക്ക് പോകുമ്പോൾ t⁻⁻1. m⁻0 l⁻1 t⁻⁻1. m⁻0 l⁻1 t⁻⁻1. ഉണ്ടോ? ഇതാണ് സ്പീഡ്. ഇത് തന്നെയാണ് വെലോസിറ്റിയും. ഇതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. സ്പീഡും വെലോസിറ്റിയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എങ്കിൽ രണ്ടിൻ്റെയും ഡൈമെൻഷൻ ഫോർമുലയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി m⁻0 l⁻1 t⁻⁻1. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് ആക്സലറേഷൻ. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ്റെ ഫോർമുലയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ബൈ ടൈം. അപ്പോൾ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ. ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് മാസ് ഉണ്ടോ? മാസ് ഇല്ല. ഡിസ്റ്റൻസ് ലെങ്ത് 1. ടൈം സ്ക്വയർ t സ്ക്വയർ താഴെയാണ്, മുകളിലേക്ക് പോകുമ്പോൾ t⁻². അപ്പോൾ എന്ത് വരും? m⁻0 l⁻1 t⁻². ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡൈമെൻഷണൽ അനാലിസിസ്. ഓക്കെ, അടുത്ത് നമുക്ക് പോവാം. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമ്മൾ അറിഞ്ഞിരിക്കണം, ഫിസിക്കൽ ഫോമുല അറിഞ്ഞിരിക്കണം, മാസ് ഇൻറ്റു ആക്സലറേഷൻ അറിഞ്ഞിരിക്കാം. ഇതറിയാം, ഫോമുല അറിയാമെങ്കിൽ മാത്രമേ ഡൈമെൻഷൻ ഫോമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മാസ് എന്താണ്? m. ആക്സലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ആക്സലറേഷൻ ഫോമുല ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് പറയാം? മാസ് ഇൻറ്റു ആക്സലറേഷൻ വെലോസിറ്റി ബൈ ടൈം. സോ മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ എന്ത് വരും? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ. സോ മാസ് എത്ര ഉണ്ട്? മാസ് ഒരെണ്ണമുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ലെങ്ത് എത്ര ഉണ്ട്? ലെങ്ത് ഒരെണ്ണമുണ്ട്. ടൈം സ്ക്വയർ t സ്ക്വയർ, മുകളിലേക്ക് പോകുമ്പോൾ t⁻⁻2. m⁻1 l⁻1 t⁻⁻2. വെരി ഇമ്പോർട്ടൻറ്റ്. m⁻1 l⁻1 t⁻⁻2. വെരി ഇമ്പോർട്ടൻറ്റ്. ഫോഴ്സ് ആണ്. നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം ഫോഴ്സ് m⁻1 l⁻1 t⁻⁻2. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് ചെയ്തു പോകാൻ പോവുകയാണ്. വർക്ക് എന്താ? വർക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ വീണ്ടും വെലോസിറ്റി ബൈ ടൈം. അങ്ങനെയൊന്നും പോകുന്നില്ല. ഫോഴ്സ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ml t⁻⁻2. m⁻1 l⁻1 t⁻⁻2. ഇതാണ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L. അപ്പോൾ എന്ത് വരും? മാസ് ഒരെണ്ണം, ലെങ്ത് ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ എന്ത് വന്ന്? ലെങ്ത് രണ്ടെണ്ണം 2 t⁻⁻2 m l² t⁻⁻2. വർക്ക് m⁻1 l⁻2 t⁻⁻2. ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല. അടുത്തതാണ് മൊമെന്റം. മൊമെന്റത്തിനോട് ലെറ്ററാണ് P. മൊമെന്റം എന്താണ്? അതും പഠിച്ചിട്ടുണ്ട് നമ്മൾ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്താണ്? m ആണ്. വെലോസിറ്റി ഇവിടെ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി, സ്പീഡ് വെലോസിറ്റി എന്താണ്? m⁻0 l⁻1 t⁻⁻1. m⁻0 l⁻1 t⁻⁻1 വെലോസിറ്റി. അപ്പോൾ എന്ത് വന്ന്? സോ m l⁻1 t⁻⁻1 m⁻1 l⁻1 t⁻⁻1. ഇതാണ് എന്ത്? മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ m, വെലോസിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്പീഡ് അതും വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. m⁻0 l⁻1 t⁻⁻1. സോ രണ്ടും കൂടി ചെയ്യുമ്പോൾ കിട്ടും? ഒരു m ആവും. m⁻1 ഒരു l l⁻1 t⁻⁻1. സോ മൊമെന്റം m⁻1 l⁻1 t⁻⁻1. m⁻1 l⁻1 t⁻⁻1. അപ്പോൾ എന്താണ് ഡൈമെൻഷൻസ്? ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുണ്ടാവും. എന്താണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇപ്പോൾ മൊമെന്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡെൻസിറ്റി, അല്ലെങ്കിൽ ആക്സലറേഷൻ, ഫോഴ്സ്, വർക്ക് എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ എന്താണെന്ന് വെച്ചാൽ ആർ ദ പവേഴ്സ്. പവറായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ആരുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യുക? ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. മാസ് ഫണ്ടമെന്റൽ ആണ്, ലെങ്ത് ഫണ്ടമെന്റൽ ആണ്, ടൈം ഫണ്ടമെന്റൽ ആണ്. മാസ്, ലെങ്ത്, ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവറായിട്ട് പവർ
അപ്പോൾ എത്രയുണ്ട്? മൊമെന്റം എന്ന് പറയുന്നില്ല മാസ് എത്രയുണ്ട്? മാസ് ഇല്ല, സോറി മാസ് ഒരെണ്ണം. ലെങ്ത് എത്ര ഉണ്ട്? ലെങ്ത് ഒരെണ്ണം. ടൈം എത്രയുണ്ട്? ടൈം -1. അപ്പോൾ ഇതാണ് ഡൈമെൻഷൻസ് എന്നുള്ളത്. 1 1 -1 1 1 -1 1 1 -1 അതാണ് ഡൈമെൻഷൻ എന്നുള്ളത്. അപ്പോൾ മൊമെന്റം എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ മാസ് ലെങ്ത് ടൈമിന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഡൈമെൻഷൻസ് ആർ ദ പവേഴ്സ്. ആരുടെ പവേഴ്സ്? ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവർ ആയിട്ട് റേസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുക. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതാണ് ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ബാക്കി പറയൂ ഏതാണെന്ന്. അടുത്ത വരുന്നത് പവർ. 9ാമത്തത് പവർ. ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന് പി ആണ് കൊടുക്കുന്നത്, പവറിന് പി ആണ്, പ്രഷറിന് പി ആണ് ലെറ്റർ. അങ്ങനെ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഓരോ ലെറ്റേഴ്സ് ഡിനോട്ടേഷൻ കൊടുക്കാറുണ്ട്. മൊമെന്റത്തിന് സാധാരണ പി കൊടുക്കാറ്, പവറിനും പി ആണ് കൊടുക്കുന്നത്. ഓക്കെ, പവറിന്റെ ഫോമിൽ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, സോ വർക്ക് എന്താണ്? വർക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കി എഴുതുകയാണ്. അല്ലെങ്കിൽ പിന്നെ വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് എഴുതണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതണം. ഫോഴ്സ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. m⁻⁴ l⁻⁴ t⁻⁻². അത് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. സോ ഫോഴ്സ് m⁻⁴ l⁻⁴ t⁻⁻1. ഇതാണ് എന്താ? ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? L ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? T. സോ ബാക്കി എന്തുണ്ട്? m⁻⁴ L എത്രയുണ്ട്? L-ഉം. അപ്പൊ എന്താണ്? l⁻². ഇവിടെ എന്താണ്? t⁻⁴ നോക്കണം. t⁻⁴ മോളിൽ പോകുമ്പോൾ എന്താണ്? t⁻⁻1 t⁻⁻1 t⁻⁻². സോ m⁻⁴ ഓക്കെ, l⁻². ഓക്കെ, t⁻⁻2 ഇതാണ് പവർ എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്? പ്രഷർ. നോക്കാം നമുക്ക്. പ്രഷർ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോർമുലകൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമുക്കറിയാം m⁻⁴ l⁻� t⁻⁻2. ഞാൻ പറഞ്ഞു ഫോഴ്സ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാകണം. m⁻⁴ l⁻⁴ t⁻⁻2 ബൈ ഏരിയ. ഏരിയ നമുക്കറിയാലോ, l². അപ്പം എന്ത് വരും? m⁻⁴ ഇവിടെ എല്ലും ഇവിടെ എല്ലും ഒരെണ്ണം വെട്ടിപ്പോവും അല്ലേ? ബാക്കി എന്താണ്? l⁻⁻1 താഴെയാണ് എല്ല് കിടക്കുന്നത്. എല്ല് മുകളിലേക്ക് പോകുമ്പോൾ l⁻⁻1. മുകളിൽ എന്തുണ്ട്? t⁻⁻2 m⁻⁴ ഓക്കെ, l⁻⁻1 ഓക്കെ, t⁻⁻2 ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ്? എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ആണ് കേട്ടോ. ഇത് സ്മോൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ട്രയാങ്കിൾ അല്ല, ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ഡെൽറ്റ ടി. ഓക്കെ, ഫോഴ്സ് എന്താണ്? പഠിച്ചു കഴിഞ്ഞു. m⁻⁴ l⁻⁴ t⁻⁻2 ഇൻറ്റു ഡെൽറ്റ ടി ഓർ ടി. ടൈം എന്താണ്? ടി. സോ എന്ത് വരും? m⁻⁴ l⁻⁴ t⁻⁻2 എന്ത് വരും? t⁻⁻1. ഇതാണ് ഇമ്പൾസിന്റെ. m⁻⁴ l⁻⁴ t⁻⁻1 ഇതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ഏതാണ്? ഫ്രീക്വൻസി. എന്താണ്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t എന്നാണ് ഫോർമുല. ഫ്രീക്വൻസി 1/t. അപ്പം എന്തുണ്ട്? മാസ് ഉണ്ടോ? ഇല്ല. ലെങ്ത് ഉണ്ടോ? ഇല്ല. ടൈം എന്താണ്? 1. അത് മുകളിലേക്ക് പോകുമ്പോൾ t⁻⁻1. സോ m⁻⁴ l⁻⁴ t⁻⁻1 m⁻⁴ l⁻⁴ t⁻⁻1 ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ഏതാണ്? സ്ട്രെസ്. എന്താണ് സ്ട്രെസ്സിന്റെ ഫോർമുല? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ്സിന്റെ ഫോർമുലയാണ് എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ത് തന്നെയാണ്? m⁻⁴ l⁻⁴ t⁻⁻2. ഏരിയ എന്താണ്? l² പറഞ്ഞു കഴിഞ്ഞതാണ്. സോ എന്ത് വരും? m⁻⁴ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട്? ബാക്കി ഒരു ബാലൻസ് എല്ല് താഴെയാണ്. അത് മുകളിലേക്ക് പോകുമ്പോൾ l⁻⁻1 മുകളിൽ എന്തുണ്ട്? t⁻⁻2. സോ എന്ത് വരും? സ്ട്രെസ് m⁻⁴ l⁻⁻1 t⁻⁻2 ഓക്കെ. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. സ്ട്രെയിൻ്റെ ഫോർമുല ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ശരിക്കും ഫോർമുല ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷൻ. ഇപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ചേഞ്ച് ഇൻ ഷേപ്പ് ബൈ ഒറിജിനൽ ഷേപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? L. ഒറിജിനൽ ലെങ്ത് എന്താണ്? L. സോ എന്ത് വരും?
ഇല്ല. m raised to 0, l raised to 0, t raised to 0. ഡൈമെൻഷൻലെസ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ ആണ് സ്ട്രെയിൻ. എന്താണ്? m to the power 0, l to the power 0, t to the power 0. ഡൈമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത് നോക്കാം. ഏതാണ്? സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എൻ്റെ ഫോർമുലയാണ് ഫോഴ്സ് ബൈ ലെങ്ത്. ഇതൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കും. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കും. ഇത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കും. ഇതൊക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഫോർമുലകൾ പഠിച്ചു നോക്കുക. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? m raised to 1, l raised to 1, t raised to -2 ബൈ ലെങ്ത്. എല്ലും കട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ട്. m raised to 1, l ഇല്ല, l to the power 0, t raised to -2. അപ്പോൾ എന്ത് വന്ന? m raised to 1, l raised to 0, t raised to -2. ഓക്കെ, സോ 15 ക്വാണ്ടിറ്റീസ് കഴിഞ്ഞു. ഈ 15 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതാണ് ആംഗുലാർ വെലോസിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു പരിചയമില്ലാത്ത ടൈം ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ടോർക്ക്, ഇതൊക്കെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ 7th ചാപ്റ്റർ ആ ചാപ്റ്ററിൽ വരുന്നതാണ്. റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അവിടെ എല്ലാം ഇതിൻ്റെയൊക്കെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെ കിട്ടിയെന്നുള്ളത് പഠിക്കാനുണ്ട്. ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി കൊടുക്കുന്ന ലെറ്റർ ആണ് W അല്ല, ഇത് ഒമേഗ, ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. V is equal to R omega. Omega is equal to R by V. V is equal to R omega. Omega is equal to V by R. V is equal to R omega എന്നൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. സോ ഒമേഗ ആംഗുലാർ വെലോസിറ്റി is equal to V by R. V എന്താണ്? വെലോസിറ്റി. എന്താ വെലോസിറ്റി? m raised to 0 പഠിച്ചിട്ടുണ്ടോ? എന്താണ് m raised to 0, l raised to 1, t raised to -1. അതാണ് വെലോസിറ്റി ബൈ R. R എന്താണ്? എല്ലും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്തുണ്ട്? m raised to 0, l raised to 0, t raised to -1. m raised to 0, l raised to 0, t raised to -1. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? ആംഗുലാർ വെലോസിറ്റി. ഇവിടെ ഫ്രീക്വൻസി നോക്കിയേ. m raised to 0, l raised to 0, t raised to -1. m raised to 0, l raised to 0, t raised to -1. അപ്പോൾ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് സെയിം ഡൈമെൻഷൻസ്. ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, സോറി, ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി രണ്ടും ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ബട്ട് ഹാവ് സെയിം ഡൈമെൻഷൻ. അപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കും. സെയിം ഡൈമെൻഷൻ വരുന്ന ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാമെന്ന് ചോദിക്കും. അവൻ എക്സാമ്പിളാണ് എന്താ? ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റിയും എന്താണ്? ഒരേ ഡൈമെൻഷനാണ്. ഓക്കെ, അടുത്ത ഏതാണ്? ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഫോമിലാണ് 2πf. 2πf എന്ത് തന്നെയാണ്? 2π. 2πക്ക് ഡൈമെൻഷൻ ഇല്ല, അത് ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. 2πക്ക് നമുക്ക് ഡൈമെൻഷൻ ഉണ്ടാകാൻ പറ്റില്ല. ബാക്കി ഫ്രീക്വൻസി എന്താണ്? പറഞ്ഞു കഴിഞ്ഞു 1/t. എന്ത് തന്നെയാണ്? m raised to 0, l raised to 0, t raised to -1. അതും ഫ്രീക്വൻസി തന്നെയാണ്. ഈ സംഭവം തന്നെ ആംഗുലാർ ഫ്രീക്വൻസി m raised to 0, l raised to 0, t raised to -1. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി ഇതൊക്കെ ഒരേ ഡൈമെൻഷൻ ഫോമിലാണ്. ഓക്കെ, അടുത്തേതാണ്? ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കുന്ന ലെറ്റർ ആണ് ആൽഫ. ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ആംഗുലാർ ആക്സിലറേഷൻ 18th one. ആംഗുലാർ ആക്സിലറേഷൻ അതിന് കൊടുക്കുന്ന ലെറ്റർ ആണ് എന്ത്? ആൽഫ. ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലാർ വെലോസിറ്റി എന്താണ് പഠിച്ചത് നമ്മൾ? ആംഗുലാർ വെലോസിറ്റി എന്താണ്? m raised to 0, l raised to 0, t raised to -1. m raised to 0, l raised to 0, t raised to -1 by delta t, that is time. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും? m raised to 0, l raised to 0, t raised to 1 ആണ്. t raised to 1 മുകളിലേക്ക് പോകുമ്പോൾ t raised to -1, t raised to -1, t raised to -2. സോ എന്ത് വന്ന? ആംഗുലാർ ആക്സിലറേഷൻ m raised to 0, l raised to 0, t raised to -2. m raised to 0, l raised to 0, t raised to -2. ഓക്കെ, അടുത്ത 19th one ഏതാണ് നോക്കിയേ? 19th one ടോർക്ക്. ടോർക്ക് ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്കിന് കൂടുതൽ ലെറ്റർ ആണ് ടോ എന്ന് പറയും. ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. TIU, ടോ. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ഫോർമുല. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? m raised to 1, l raised to 1, t raised to -2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് L. എന്ത് കിട്ടി? m raised to 1, l raised to എന്ത് കിട്ടും? 1 l raised to 2, t raised to -2. m raised to 1, l raised to 2. ടോർക്കിന്റെ ഫോർമുല m raised to 1, l raised to 2, t raised to -2, t raised to -2. അടുത്താണ് ആംഗുലാർ മൊമെന്റം. ഇതൊക്കെ നിങ്ങൾ റൊട്ടേഷൻ മോഷൻ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ഫിസിക്സിൽ ഫോർമുല പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്തിരി പ്രയാസമായിട്ട് തോന്നും. എന്താണ് 20th one?
ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന് കൂടുതൽ ലെറ്റർ ആണ് എൽ. എൽ ഇസ് ഈക്വൽ ടു എം വി ആർ. ആംഗുലാർ മൊമെന്റം അതിന് മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. എൽ ഈക്വൽ ടു എം വി ആർ. മാസ് എന്താണ്? മാസ് എം ആണ്. വി എന്താണ്? വെലോസിറ്റി, സ്പീഡ്. വീണ്ടും പറഞ്ഞു കഴിഞ്ഞു. വെലോസിറ്റി എന്താണ്? എം റൈസ് ടു 0 എൽ റൈസ് ടു 1 ടി റൈസ് ടു -1. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. എം റൈസ് ടു 0 എൽ റൈസ് ടു 1 ടി റൈസ് ടു -1 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അഥവാ റേഡിയസ് എൽ. അപ്പം എന്ത് കിട്ടി? എം എത്ര ഉണ്ട്? എം റൈസ് ടു 0 ആണ്. അപ്പോൾ എം റൈസ് ടു 1 എൽ എത്ര ഉണ്ട്? എൽ ഇവിടെ ഉണ്ട്, എൽ ഇവിടെ ഉണ്ട്. എന്താണ്? എൽ റൈസ് ടു 2 ടി റൈസ് ടു -1. എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -1. Angular momentum m raised to 1 l raised to 2 t raised to -1. Okay, 10 more. അടുത്ത 21 എന്താണ്? 21 is equal to moment of inertia. moment of inertia കയ്യാ കൊടുക്കുന്നത് റൊട്ടേഷണൽ ഇനേഷ്യ എന്ന് പറയും. അതൊക്കെ റൊട്ടേഷണൽ മോഷനിൽ പഠിച്ചുള്ളൂ. മൊമെന്റ് ഓഫ് ഇനേഷ്യ അതിന്റെ ഫോർമുല എം ആർ സ്ക്വയർ എന്നാണ്. എം എന്താണ്? മാസ്. ഓക്കെ. ആർ എന്താണ്? ഡിസ്റ്റൻസ്. ആർ സ്ക്വയർ എൽ സ്ക്വയർ. എന്ത് കിട്ടി? എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി ഉണ്ടോ? ഇല്ല. ടി റൈസ് ടു 0. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു 0. അടുത്തത് ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതെല്ലാം എം എൽ ടി. ഓക്കെ, ഇവിടം വരെ എം എൽ ടി ആയിരുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യ വരെ. ഈ 22ാമത്തെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം എം എൽ ടി. അടുത്തൊരു ക്വാണ്ടിറ്റി എയും കൂടി കാണാം. എ ഇലക്ട്രിക് കറണ്ട്. സോ ഇതെല്ലാം ചാർജ്, പൊട്ടൻഷ്യൽ, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ഇവർ വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ വരുന്ന ടേംസ് ആണ് ഇവിടെ. ഇത് നമുക്ക് +1 പഠിക്കാനില്ല, സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ചാർജും പൊട്ടൻഷ്യലൊക്കെ പഠിക്കാനുള്ളത്. എന്നാലും ഡൈമെൻഷൻ ഫോമിൽ പഠിച്ചേക്കാം നമുക്ക്. എന്താണ് ചാർജ്? നമ്പർ 22 ചാർജിന് കൊടുക്കുന്ന ഫോമുലയാണ്, ലെറ്ററാണ് ക്യൂ. ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി എന്നാണ് ഫോമുല. ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി. സോ ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, അതിന് ഞാൻ ആംപിയർ എ കൊടുക്കുന്നു, ടൈമിന് ടി കൊടുക്കുന്നു. അപ്പോൾ എ റൈസ് ടു 1 ടി റൈസ് ടു 1. മാസ് ഉണ്ടോ? ഇല്ല. എം റൈസ് ടു 0. ലെങ്ത് ഉണ്ടോ? ഇല്ല. എൽ റൈസ് ടു 0. സോ എന്താണ് ചാർജിന്റെ ഡൈമെൻഷൻ ഫോമുല? എം റൈസ് ടു 0 എൽ റൈസ് ടു 0. ഇലക്ട്രിക് കറണ്ടിന്റെ 4ാമതൊരു ക്വാണ്ടിറ്റി വരുന്നു എ റൈസ് ടു 1 ടി ടൈം. അപ്പോൾ എം എൽ ടി കൂടാതെ എയും കൂടി വരും. എം റൈസ് ടു 0 ചാർജിന്റെ എം റൈസ് ടു 0 എൽ റൈസ് ടു 0 ടി റൈസ് ടു 1 എ റൈസ് ടു 1 ടി റൈസ് ടു 1 എ റൈസ് ടു 1. ഇതാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ. അടുത്ത 23 ഏതാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് കൊടുക്കുന്ന ലെറ്ററാണ് നമ്മൾ വി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to W/Q എന്നാണ് ഫോമുല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതൊക്കെ നമ്മൾ ഫോമുലാസ് കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയെല്ലാം പഠിച്ചു വെക്കും എന്നുള്ളത്. സോ ഇപ്പോൾ ഡൈമെൻഷൻ അനാലിസിസ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഈ ഫോമുലകളെല്ലാം നമ്മൾ ഇങ്ങനെ പയ്യെ പഠിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാവും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്നുള്ള ലെറ്ററാണ് കൊടുക്കുന്നത് W/Q. സോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് എന്താണ്? എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -2. എം റൈസ് ടു 1 എൽ റൈസ് ടു 1 സോറി വർക്ക് എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -2. ചാർജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഐ ടി. ക്യൂ ഇൻറ്റു ഐ ടി. ഐ എന്താണ്? എ. ടി എന്താണ്? അപ്പോൾ എന്ത് വരും? ഓക്കെ, എം എൽ ടി എ പറയുമ്പോൾ എങ്ങനെ വരും? എം എത്ര ഉണ്ട്? എം ഒരെണ്ണം എം റൈസ് ടു 1. എൽ എത്ര ഉണ്ട്? എൽ 2 എൽ റൈസ് ടു 2. ടി ഇവിടെ ടി റൈസ് ടു -2 ഉണ്ട്, ഇവിടെ ടി ഒരെണ്ണം ഉണ്ട്. ഈ ടി മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? ടി റൈസ് ടു -1 ആവും. അപ്പോൾ ടി റൈസ് ടു 1 മുകളിലേക്ക് പോകുമ്പോൾ ടി റൈസ് ടു -1 ടി റൈസ് ടു -2 ടി റൈസ് ടു -3. ഐ കറണ്ട് ആംപിയർ ഒരെണ്ണം എ റൈസ് ടു -1. അപ്പോൾ എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -3 എ റൈസ് ടു -1. അതാണ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -3 എ റൈസ് ടു -1. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അടുത്ത് വരുന്നത് റെസിസ്റ്റൻസ്. 24 റെസിസ്റ്റൻസ്. നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്. V is proportional to I. V is equal to RI. So R is equal to V by I. 9th പഠിക്കുന്നുണ്ട്. ഓംസ് ലോ പഠിക്കുന്നുണ്ട്. ജോർജ് സൈമൺ ഓം. R is equal to V by I. So എന്താണ് V? V പൊട്ടൻഷ്യൽ. I എന്താണ്? കറണ്ട്. I കറണ്ട്. അതിൻ്റെ എന്താണ്? A. V എന്താണ്? പൊട്ടൻഷ്യൽ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. പൊട്ടൻഷ്യൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ. എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -3 എ റൈസ് ടു -1. പറ. എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -3 എ റൈസ് ടു -1. ഓക്കെ, എ റൈസ് ടു -1. അപ്പോൾ വി ബൈ ഐ പൊട്ടൻഷ്യൽ ഇതാണ് ബൈ എ. സോ എന്ത് വരും? എം എൽ ടി എ. പറ. എം റൈസ് ടു 1 എൽ റൈസ് ടു 2 ടി റൈസ് ടു -3
എ ടു ദ പവർ 1 ആണ്, അത് മുകളിലേക്ക് പോകും -1 -2 ആവും, -2 ആവും. സോ റെസിസ്റ്റൻസ് എന്ത് വന്നു? m raised to 1 l raised to 2 t raised to -3 a raised to -2 a raised to -2. കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റൻസ് നോക്കാം നമുക്ക്. കപ്പാസിറ്റൻസ് 25 5 more. കപ്പാസിറ്റൻസ് C is equal to Q by V. Q is equal to എന്താണ്? IT by V എന്താണ്? പൊട്ടൻഷ്യൽ. അത് ഓൾറെഡി നമുക്കറിയാം. പൊട്ടൻഷ്യൽ എന്താണ്? ദേ കിടക്കുന്നു. m raised to 1 l raised to 2 t raised to -3 a raised to -1. പൊട്ടൻഷ്യൽ m raised to 1 l raised to 2 t raised to -3 a raised to -1. ഓക്കെ, എന്ത് വരും അപ്പോൾ? m നേരെ മുകളിലേക്ക് പോകണം. m l t a പറഞ്ഞാൽ എങ്ങനെ വരും? m മുകളിലേക്ക് പോകുമ്പോൾ m raised to -1, l സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ l raised to -2, t raised to -3 മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? ആലോചിച്ച് നോക്കിയേ. ഇവിടെ t raised to 1 ഉണ്ട്, t raised to -3 മുകളിലേക്ക് പോകും, t raised to +3 +1 t raised to 4 a raised to -1 മുകളിലേക്ക് a raised to 1. ഇവിടെ ഐയുടെ a ഉണ്ട്, ഈ a മുകളിലേക്ക് പോകുമ്പോൾ a raised to 1 a raised to 1 a raised to 2. m raised to -1 l raised to -2 t raised to 4 a raised to 2. So capacitance m raised to -1 l raised to -2 t raised to 4 a raised to 2. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം ഏതൊക്കെയാണ്? 22 23 24 25 22 23 24 25. അതിൽ 4ലും ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 എണ്ണം കൂടി ചെയ്ത് അവസാനിപ്പിക്കുന്നു. ഇത് കോൺസ്റ്റൻസ് ആണ്. കുറേ കോൺസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് യങ്സ് മോഡുലസ്? ഹുക്സ് ലോ പഠിക്കുന്നുണ്ട്. ഹുക്സ് ലോ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുന്നുണ്ട്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. Stress is directly proportional to strain. So stress by strain is equal to constant. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് modulus of elasticity. So y is equal to stress by strain. Stress by strain. സ്ട്രെസ്സിന്റെ ഫോമിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്ട്രെസ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ദേ കിടക്കുന്നു. സ്ട്രെസ് m raised to 1 l raised to -1 t raised to -2 m raised to 1 l raised to -1 t raised to -2 by strain. സ്ട്രെയിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡൈമെൻഷൻലെസ് ആണ്. m raised to 0 l raised to 0 t raised to 0. So യങ്സ് മോഡുലസ് എന്ത് തന്നെയാണ്? സ്ട്രെസ് തന്നെയാണ്. m raised to 1 l raised to -1 t raised to -2. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഡൈമെൻഷൻ ഫോർമുല ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മറ്റൊരു കോൺസ്റ്റന്റാണ് പഠിക്കുന്നത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താണ് പറയണത്? ഈസ് പ്രൊപ്പോർഷണൽ ടു എഫ്. ഇ എന്ന് പറഞ്ഞാൽ എനർജി, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എനർജിയും കൂടും. പ്ലാങ്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ഇ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. H is called Planck's constant. So what is H? H is equal to E by F. E എന്താണ്? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും എനർജിയും ഒന്ന് തന്നെയാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. വർക്ക് എനർജി കൈനറ്റിക് എനർജി എടുത്താലും, പൊട്ടൻഷ്യൽ എനർജി എടുത്താലും, പ്രഷർ എനർജി എടുത്താലും, ഹീറ്റ് എനർജി എടുത്താലും എല്ലാം. കാരണം വാട്ട് ഈസ് എനർജി? ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അപ്പോൾ എനർജിക്ക് എക്സ്പ്രഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ വർക്കിന് തന്നെയാണ് എക്സ്പ്രഷൻ കാണുന്നത്. സോ എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. അപ്പോൾ എനർജിയും വർക്കും സെയിം തന്നെയാണ്. m raised to 1 l raised to 2 t raised to -2 m raised to 1 l raised to 2 t raised to -2 ബൈ ഫ്രീക്വൻസി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. t raised to -1 മാത്രമുള്ള ഫ്രീക്വൻസി t raised to -1. അപ്പോൾ എന്ത് സംഭവിക്കും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വരും m raised to 1 l raised to 2. ഇവിടെ t raised to -2 t raised to -1. ഈ -1 മുകളിലേക്ക് പോകുമ്പോൾ +1 -2 + 1 t raised to -1. സോ എന്ത് വരും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് m raised to 1 l raised to 2 t raised to -1. ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, 3 more. എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. 2 മാസുകൾ m1 m2 അവരുടെ ഡിസ്റ്റൻസ് r ആണ്. ന്യൂട്ടൺ പറയുകയാണ് ഈ 2 മാസുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതൊക്കെ നിങ്ങൾ പിന്നെ പഠിച്ചോളും.
ഈ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഫോഴ്സിന് ന്യൂട്ടൺ തന്നൊരു എക്സ്പ്രഷനാണ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 ഇൻറ്റു m2 ബൈ ആർ സ്ക്വയർ. സോ എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഈ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഫോമിലാണ് വേണ്ടത്. സോ എന്ത് കിട്ടും? ജി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് കിട്ടും? എഫ് ആർ സ്ക്വയർ ബൈ m1 m2. അല്ലെങ്കിൽ ഈ ഫോമിൽ ഇപ്പോൾ തൽക്കാലം ബൈ ഹാർട്ട് ചെയ്യുക. എന്താണ്? ജിയുടെ ഫോമിലാണ് എഫ് ആർ സ്ക്വയർ ബൈ m1 m2. എഫിന്റെ ഫോമിൽ എന്താണ്? ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? m⁻1 l⁻1 t⁻². ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആർ സ്ക്വയർ, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് സ്ക്വയർ, ബൈ മാസ് m, മാസ് m. സോ m ഇൻറ്റു m m സ്ക്വയർ. സോ എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടി. MLT പറയുക, m⁻1 ഉണ്ട്, m⁻2 ഉണ്ട്. ഒരു m കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി താഴെ ഒരു m ഉണ്ട്. താഴെയാണ് m⁻1 m⁻2. ഒരു m ബാലൻസ് താഴെയാണ്, അത് മുകളിലേക്ക് പോകുമ്പോൾ m⁻1. ഇവിടെ എന്തുണ്ട്? l⁻1 l⁻2 l⁻1 l⁻2. അപ്പോൾ l⁻3. t എന്തുണ്ട്? t⁻². സോ m⁻1 m⁻1 l⁻3 t⁻². ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അടുത്ത വരുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, അതായത് ഗ്യാസിൽ വരുന്നതാണ്. പി വി ഈസ് ഈക്വൽ ടു കെ ടി എന്ന് പറയും. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്, കെ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ കെ ഈസ് ഈക്വൽ ടു പി വി ബൈ ടി. ശ്രദ്ധിക്കണം, പി പ്രഷറാണ്, വി വോളിയമാണ്, ടി ടെമ്പറേച്ചറാണ്. സോ ടെമ്പറേച്ചർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. മാസ് വന്നിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം ഉണ്ട്. ഇവിടെ 4 നമ്മൾ കറണ്ട് പഠിച്ചു. 4ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ അപ്ലൈ ചെയ്തു. സോ 5ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ വരുന്നു. സോ പ്രഷറിന് എന്താണ്? m⁻1. പ്രഷറിന് എന്താണ്? m⁻1 l⁻⁻1 t⁻². പ്രഷർ. വോളിയം എന്താണ്? നമുക്കറിയാം, l3. വോളിയം എന്താണ്? l3 ബൈ ടി. ടൈം അല്ല, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് നമുക്ക് തീറ്റ അല്ലെങ്കിൽ കെ കൊടുക്കാം. സോ എന്ത് വരും? ആൻസർ എന്ത് വരും? m⁻1 l⁻⁻1 l⁻3 l⁻⁻1 l⁻3 l⁻2 t⁻² k⁻1 k കെൽവിൻ k⁻². ഈ ടി ടൈം അല്ല, ടെമ്പറേച്ചർ ആണ്. കെ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാം. സോ നമ്മൾ അടുത്ത ക്വാണ്ടിറ്റി പഠിച്ചു. m⁻1 l⁻2 t⁻² and k⁻1 Kelvin. The last one is ഇതേപോലെ ഒരെണ്ണമാണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഫിസിക്സിലെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. വെലോസിറ്റി ഗ്രേഡിയന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് കെൽവിൻ. കെ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് എൽ. സോ എം ഉണ്ടോ? ഇല്ല. എൽ ഉണ്ട്, എൽ താഴെയാണ്, മുകളിലേക്ക് പോകുമ്പോൾ l⁻⁻1. ടൈം ഉണ്ടോ? ഇല്ല. സോ കെൽവിൻ ⁻⁻1. അവിടെ കെൽവിൻ വന്നു. m⁻0 l⁻⁻1 m⁻0 l⁻⁻1 t⁻0 k⁻1 t⁻0 k⁻1. ഓക്കെ. ഇപ്പോൾ തൽക്കാലം ഞാൻ 30 പഠിപ്പിച്ചിട്ടുള്ളൂ. ഇങ്ങനെ എന്തോരം വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാത്തിലും നോക്കുക, മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം ഉണ്ട്. പിന്നെ അപ്പം 3 ക്വാണ്ടിറ്റി ആയി. പിന്നെ ഇലക്ട്രിക് കറണ്ട് ആംപിയർ വരുന്നത് 4ാമത്തത്, കെൽവിൻ വരുന്നത് 5ാമത്തത്. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഓഫ് നമ്മൾ യൂസ് ചെയ്യണത്. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളും വളരെ റെയർലി യൂസ് ചെയ്യാറുള്ളൂ. അതും ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് കെമിസ്ട്രിയിലും അല്ലെങ്കിൽ ഓപ്റ്റിക്സിലൊക്കെയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഡൈമെൻഷൻസ്? ഇനി നമ്മൾ ഡെഫിനിഷനിലേക്ക് നോക്കി നമുക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ഡൈമെൻഷൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്താണ് ഡൈമെൻഷൻസ്? ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഈ ബോർഡിൽ എഴുതിയേക്കുന്ന മുഴുവനും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഈ 30 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ എന്താ ചെയ്തത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ, ആരൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മുതലായ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യുക ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? ഡൈമെൻഷണൽ അനാലിസിസ്. ഇതിൻ്റെ യൂസസ് ഉണ്ട്. എന്താണ് ഡൈമെൻഷണൽ അനാലിസിൻ്റെ യൂസസ്? ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം.
ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂസ് ഓഫ് ഡൈമെൻഷണൽസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.